കേരള യാത്ര തുടങ്ങാൻ പോവാണ്. മലപ്പുറം ഈസ്റ്റിലെ ഏക സ്വീകരണ കേന്ദ്രം അരീക്കോടാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മൾ ഉഷാറാക്കൂലേ? അത് നമുക്ക് അഭിമാനമായി തോന്നും. യഥാർത്ഥത്തിൽ നമ്മളെ മലപ്പുറം ജില്ലാ നേതൃത്വം ഈ പ്രദേശത്തോട് ചെയ്ത ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കേരള യാത്ര അന്ന് അതിന് ഈ പ്രാദേശികമായി അതിന് വളരെ ശക്തിയായി പ്രവർത്തിച്ചിരുന്ന MP മുഹമ്മദ് ഹാജി തെരട്ടമ്മൽ അദ്ദേഹം നമ്മോടൊപ്പമില്ല, അതുപോലുള്ള പലരുമില്ല. അവർക്കൊക്കെ അള്ളാഹു താല വലിയ പദവി ആഖിറത്തിൽ നൽകട്ടെ. അപ്പം അന്നത്തെ ആ കേരള യാത്ര നമ്മൾ ഈ നിൽക്കുന്ന ഇതേ സ്റ്റേഡിയം ഗ്രൗണ്ടിൻ്റെ ഈ ഓരം ചേർന്ന് കൊണ്ടായിട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ അന്ന് അതേ ദിവസം കൊണ്ടോട്ടി സ്വീകരണമുണ്ട്, നിലമ്പൂരുണ്ട്, മഞ്ചേരി ഉണ്ട്. അതിനൊരു സ്വീകരണം മാത്രമായിരുന്നു അരീക്കോട്. പക്ഷെ ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിയുന്ന ജനങ്ങൾ, അവർക്കെല്ലാം നമ്മൾ ഉച്ചഭക്ഷണവും കൊടുത്തു. അതൊരു വലിയ അംഗീകാരമായി. അപ്പോൾ ഈ പ്രാവശ്യം ഈ ഈ കേരള യാത്രയുടെ വിഷയം വന്നപ്പോൾ തന്നെ മലപ്പുറം ജില്ല മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വം ഐക്യകണ്ഠേന അത് നമുക്ക് അരീക്കോട് വെച്ച് നടത്താമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ നോക്കൂ, നാളെ അതിൻ്റെ സ്വാഗത സംഘ രൂപീകരണമാണ്. അത് ഈ വേദിയിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ അതിന് മലപ്പുറം ജില്ല ഈസ്റ്റിലുള്ള ഏകദേശം എല്ലാ നേതാക്കളും പ്രവർത്തകന്മാരും ഒന്നിച്ചു വരും. അരീക്കോട് അത് നാളെ തന്നെ ഒരു ഉത്സവമായി തുടങ്ങിയ അത് എന്തായാലും ഒരു ചരിത്ര സംഭവമായി മാറും. അതിലൊക്കെ ഒരു പങ്കാളികളാകാൻ നമുക്കുള്ള അവസരം നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുക.